അടുത്ത പഴശ്ശിരാജയും വിപ്ലവങ്ങളും. ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ മലബാറിൽ ശക്തമായ ചെറുത്തുനിൽപ്പ് നേതൃത്വം നൽകിയ മഹാരാജാവാണ് കേരളവർമ്മ പഴശ്ശിരാജ. കേരളസിംഹം എന്നറിയപ്പെട്ടിരുന്ന മലബാറിലെ രാജാവ് കേരളവർമ്മ പഴശ്ശിരാജയാണ്. പഴശ്ശിരാജയെ കേരളസിംഹം എന്ന് വിശേഷിപ്പിച്ച ചരിത്രകാരൻ അതേ പേരിൽ ഒരു നോവലും രചിച്ചിട്ടുണ്ട്. ആരാണ് സർദാർ KM പണിക്കരാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം അടിച്ചമർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച തലശ്ശേരിയിലെ സബ് കളക്ടർ തോമസ് ഹാർവേ ബാബറാണ്. അടുത്ത നമ്മുടെ പഴശ്ശിരാജാവിനെ പിന്തുണച്ച കുറിച്യ നേതാവ് ആരാണ് തലയ്ക്കൽ ചന്തു ആണ്. ഒന്നാം പഴശ്ശി വിപ്ലവം നടന്നത് ഏത് കാലഘട്ടത്തിലാണ്? 1793-97 കാലഘട്ടത്തിലാണ്. രണ്ടാം പഴശ്ശി വിപ്ലവം നടന്നത് 1800-1805 കാലഘട്ടത്തിലാണ്. 1805 നവംബർ 30 ബ്രിട്ടീഷുകാരുമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ മാവലത്തോട്ടിൽ മരണം വരിച്ച രാജാവാണ് പഴശ്ശിരാജ. അടുത്തത് മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയലും. 1891 വിഖ്യാതമായ മലയാളി മെമ്മോറിയൽ സമർപ്പിച്ചത് ഏത് തിരുവിതാംകൂർ രാജാവിനാണ്? ശ്രീമൂലം തിരുനാളിനാണ്. മലയാളി മെമ്മോറിയൽ എത്ര പേര് ഒപ്പിട്ടു? 10,028 പേര് ഒപ്പിട്ടു. തിരുവിതാംകൂറിലെ ഉയർന്ന ജോലികളിൽ തിരുവിതാംകൂർ അല്ലാത്ത തമിഴ് ബ്രാഹ്മണരെ പരിഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് സമർപ്പിച്ച മലയാളി മെമ്മോറിയലിലെ ആദ്യ ഒപ്പ് ആരുടേതാണ്? KP ശങ്കരമേനോന്റെയാണ്. ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ബാരിസ്റ്റർ GP പിള്ളേനെയാണ്. തിരുവിതാംകൂറുകാർക്ക് എന്ന ആശയത്തിന്റെ ഉപജ്ഞാതാവ് ആരാണ്? മഹാത്മജിയുടെ ആത്മകഥയിൽ പരാമർശിക്കുന്ന ആ ഒരു ഏക വ്യക്തി, ഏക മലയാളി, അതാരാണ്? ബാരിസ്റ്റർ GP പിള്ളയാണ്. ഈഴവ മെമ്മോറിയലിന് നേതൃത്വം നൽകിയത് ഡോക്ടർ പൽപ്പു ആണ്. 1896 സെപ്റ്റംബർ 3 ശ്രീമൂലം തിരുനാൾ മഹാരാജാവിന് ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്. എത്ര പേരെ ഒപ്പിട്ടത്? 13,176 പേരാണ് ഈഴവ മെമ്മോറിയൽ ഒപ്പുവെച്ചത്. ഈഴവ മെമ്മോറിയലിലെ ആവശ്യങ്ങൾ നിരസിച്ച തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? ശങ്കര സുബ്ബയ്യർ ആണ്. 1900 രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ച ബ്രിട്ടീഷ് ഭരണാധികാരി ആരാണ്? കഴ്സൺ പ്രഭു. ആർക്കാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിച്ചത്? കഴ്സൺ പ്രഭുവിനാണ്. അടുത്തത് നമ്മുടെ ആരെ പറ്റിയാണ്? കുറച്ച് നവോത്ഥാന നായകരുടെ ഇമ്പോർട്ടന്റ് ഫാക്ട്സ് ആണ്. 1836 സമത്വ സമാജം സ്ഥാപിച്ചത് വൈകുണ്ഠസ്വാമിയാണ്. ആനന്ദ മഹാസഭ ആരാണ്? ബ്രഹ്മാനന്ദ ശിവയോഗി. സഹോദര സംഘം 1917 സ്ഥാപിച്ചത് സഹോദരൻ അയ്യപ്പൻ. 1933 ജാതിനാശിനി സഭ സ്ഥാപിച്ചത് ആനന്ദ തീർത്ഥൻ. 1907 സാധുജന പരിപാലന സംഘം സ്ഥാപിച്ചത് അയ്യൻകാളി. ആത്മവിദ്യാ സംഘം വാഗ്ഭടാനന്ദനാണ് സ്ഥാപിച്ചത്. 1909 പ്രത്യക്ഷ രക്ഷാ ദൈവസഭ അല്ലെങ്കിൽ PRDS സ്ഥാപിച്ചത്. അതാരാണ്? പൊയ്കൽ യോഹന്നാൻ. NSS അല്ലെങ്കിൽ നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭനാണ്.